സബ് ഫോർ സബ് ശരിക്കും വർക്ക് ചെയ്യുമോ? ഇങ്ങനെ ചെയ്താൽ യൂട്യൂബ് ചാനൽ അടിച്ചു പോകും. ദ ട്രൂത്ത് ബിഹൈൻഡ് സബ് ഫോർ സബ്. അപ്പോൾ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് വഴി നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഡിലീറ്റായി പോകും. പുതിയ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. തുടക്കത്തിൽ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നു. അതെന്താണ് ഈ മിസ്റ്റേക്ക്? സബ് ഫോർ സബ്. നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും സബ് ഫോർ സബ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ വന്നിട്ട് നമ്മൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വളരെ ക്ലോസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും വെളിയിലോട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് സബ് ഫോർ സബ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സബ് ഫോർ സബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ എൻ്റെ ചാനൽ വന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പകരം ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ സബ് ഫോർ സബിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഫേസ്ബുക്കിൽ, വാട്സപ്പിലുമൊക്കെ ഇങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവരുടെ ചാനലിൽ വ്യൂസിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പല പുതിയ യൂട്യൂബേഴ്സും സബ് ഫോർ സബിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ പോയി ഈ സബ് ഫോർ സബിന് വേണ്ടി കമൻസ് പലരും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എല്ലാവരും ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് സാധാരണ ആരും തന്നെ വലുതായിട്ട് അങ്ങനെ വരാറില്ല. വ്യൂസ് തന്നെയും വിരലിൽ എണ്ണാവുന്ന രീതിയിലുള്ള വ്യൂസേ നമ്മൾക്ക് കിട്ടാറുമുള്ളൂ. ചിലപ്പോൾ 2 വ്യൂസ്, 1 വ്യൂ, അല്ലെങ്കിൽ 0 വ്യൂസ് തന്നെയും ആയിരിക്കാം. ചിലപ്പോൾ ആരും കാണാറില്ല. ചിലപ്പോൾ 5 or 6 വ്യൂസൊക്കെ ആ വീഡിയോസിന് വരാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം മാറിക്കിട്ടാനും ഈ ചാനലിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ യൂട്യൂബേഴ്സും ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഈ സബ് ഫോർ സബ്. അപ്പോൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു തരത്തിൽ യൂട്യൂബ് സ്പാം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിന് ഒരുപാട് പോളിസീസ് ഉണ്ട്. അപ്പോൾ ആ പോളിസീസ് അനുസരിച്ചിട്ട് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മൾക്ക് യൂട്യൂബിൽ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വഴിയോ ഇല്ല കോപ്പിറൈറ്റ് വഴിയോ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പോയി നമ്മുടെ ചാനൽ സബ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ഇത് കാണുന്ന മറ്റു സബ്സ്ക്രൈബേഴ്സ്, അതായത് മറ്റു യൂട്യൂബേഴ്സ് വന്ന് സബ്സ്ക്രൈബേഴ്സ് ആവശ്യമുള്ള കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് ഈ നമ്മുടെ ഒരു കമൻറ്റ് കണ്ടിട്ട് അവർ വന്ന് നമ്മുടെ ചാനലിൽ സബ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ സബ് ചെയ്യുന്നത്? കാരണം അവർക്ക് തിരിച്ചും സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ നമ്മൾക്കും സബ്സ്ക്രൈബേഴ്സ് വേണം, അവർക്കും വേണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്ത് അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടുള്ളൊരു വഴി തുറക്കുന്നു. അപ്പോൾ മിക്കവാറും പലപ്പോഴും നമ്മൾക്കറിയാത്തവരോട് ഇങ്ങനെ കമൻറ്റിൽ പോയി ആവശ്യപ്പെടുമ്പോൾ ആ ബന്ധം വന്നിട്ട് അത് അവിടെ വെച്ച് തീരും. അപ്പോൾ ഇത് വന്ന് ഓർഗാനിക്കായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ഒരു സബ്സ്ക്രൈബർ അല്ല. അപ്പോൾ യൂട്യൂബ് തന്നെ എന്ത് വേണമെന്നാണ് അവരുടെ പോളിസിയിൽ പറയുന്നില്ല. അവരുടെ കാര്യത്തിൽ യൂട്യൂബ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിൽ വരുന്നത് ഓർഗാനിക് വ്യൂസ് ആയിരിക്കണമെന്ന് യൂട്യൂബ് തന്നെ പറയുന്നു. അതുമാത്രവുമല്ല, നമ്മുടെ യൂട്യൂബിൽ വരുന്നത് ഡയറക്റ്റ് ട്രാഫിക് ആയിരിക്കണം. എന്താണ് ഈ ഡയറക്റ്റ് ട്രാഫിക് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ എവിടെയെങ്കിലും ഷെയർ ചെയ്ത് ആ വഴി വന്നിട്ട് ആൾക്കാർ കാണുന്നതോ ഇല്ല, ആ വഴിക്ക് വരുന്ന ട്രാഫിക് വന്ന് ഓർഗാനിക് ട്രാഫിക് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്കൊരു സംശയം വരും, പുതിയ ഒരു ചാനലിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഓർഗാനിക് ട്രാഫിക് കൊണ്ടുവരുന്നത്? അപ്പോൾ അതിന് വേറെ ഒരു മാർഗവുമില്ല.
നമ്മൾക്ക് ചാനൽ പുതിയതാണെങ്കിൽ അതിൽ നമ്മൾ റെഗുലറായിട്ട് തന്നെ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൽ നല്ല നല്ല കണ്ടൻറ്റ് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ അവർക്ക് യൂസ്ഫുള്ളായത് അവൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന രീതിയും ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഓർഗാനിക്കായിട്ട് വ്യൂവേഴ്സിനെ നമ്മളുടെ ചാനലിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സബ് ഫോർ സബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സ് ഒരു പരിധി വരെ നമ്മൾക്ക് കൊണ്ടുവരാം. അതിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അതിൽ തന്നെയും ഈ ഉടനെ നമ്മൾ സബ് ചെയ്ത് ഉടനെ ആ വ്യക്തിക്ക് നമ്മൾ തിരിച്ച് സബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് ഉടനെ തന്നെ അത് മനസ്സിലാക്കി അത് വന്നിട്ട് യൂട്യൂബ് സ്പാമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ചാനൽ ടെക്കി ലേഡി എന്ന് പറഞ്ഞൊരു എൻ്റെ ചാനലിൽ വ്യൂ വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിനല്ലേ. അപ്പോൾ യൂട്യൂബിൻ്റെ സെർച്ചിൽ പോയി എൻ്റെ ചാനലിൻ്റെ ഹാൻഡിലോ പേരോ ഡയറക്റ്റായിട്ട് കൊടുത്ത് സെർച്ച് ചെയ്ത് വന്ന് എൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതുപോലെ യൂട്യൂബ് തന്നെ എൻ്റെ വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ വന്ന് കാണുന്നവരുണ്ടാകും. അപ്പോൾ അവർ ആ റെക്കമെൻഡേഷൻ യൂട്യൂബ് കൊടുക്കുന്ന ആ റെക്കമെൻഡേഷൻ വഴി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആളുകൾ എൻ്റെ വീഡിയോയിൽ വരുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ധാരാളം ഓർഗാനിക് വ്യൂസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരെൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ അവരെൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ സബ് ഫോർ സബ് ചെയ്യുമ്പോഴേക്കും മിക്കവാറും ഇപ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാരും നമ്മൾക്ക് നന്നായിട്ട് അറിയാവുന്നവരെയും വിട്ടാൽ നമ്മുടെ ചാനലിൽ ഈ പുതിയതായിട്ട് നമ്മൾ ഈ സബ് ഫോർ സബിന് ചോദിക്കുമ്പോഴേക്കും അവർ വരും, സബ് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ അവർ ഇറങ്ങിപ്പോകുമ്പോൾ യൂട്യൂബിന് അത് ഉടനെ മനസ്സിലാകും. അതായത് ഇങ്ങനെ വരുന്നവർ കുറച്ച് സമയം മാത്രം ഏതാനും സെക്കൻഡുകൾ നമ്മുടെ വീഡിയോസ് കാണും, ഒന്ന് സബ് ചെയ്തിട്ട് അവർ ഇറങ്ങിപ്പോകും. അപ്പോൾ യൂട്യൂബ് അത് കാണുമ്പോഴേക്കും അവർക്ക് ഉടനെ ഇതുവഴി നമ്മൾ യൂട്യൂബിൻ്റെ സ്പാം പോളിസി വയലേറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ വരുമ്പോൾ യൂട്യൂബ് എന്ത് ചെയ്യും? നമ്മൾക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് തരും. അപ്പോൾ ചിലപ്പോൾ റെയറായിട്ടുള്ള സാഹചര്യങ്ങളിൽ സ്ട്രൈക്ക് വരാതെ തന്നെ നമ്മളുടെ ചാനൽ അടിച്ചു പോകും. ആ പ്രശ്നം ഉണ്ടായ ധാരാളം പേരുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴേക്കും പലരും ഇപ്പോൾ ഇത് വളരെ സൂക്ഷിച്ചിട്ടാണ് ഈ സബ് ഫോർ സബ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയ യൂട്യൂബേഴ്സ് ഈ മേഖലയിലേക്ക് ക്രിയേറ്റേഴ്സായിട്ട് വരുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ് കൂട്ടാനായി അവർ ഈ സാധാരണഗതിയിൽ സബ് ഫോർ സബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ളൊരു സബ്സ്ക്രൈബർ ബേസ് പലപ്പോഴും വന്നിട്ട് ആക്റ്റീവായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കില്ല. അത് അവർ ഓർഗാനിക് രീതിയിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുണമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉടൻ തന്നെ മനസ്സിലാക്കി റെക്കമെൻഡേഷൻസ് ഒന്നും അങ്ങനെ കൊടുക്കാതെ ആകുന്നു. പിന്നെ നമ്മൾ ധാരാളം ചാനലിൽ പോയി ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ സാധാരണഗതിക്ക് നമ്മൾക്ക് തന്നെ ഒരു റെപ്യൂട്ടേഷൻ ഇല്ലേ, നമ്മൾക്ക് തന്നെ ഒരു മതിപ്പ് ഇല്ലേ, ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പോയി ചോദിക്കുമ്പോഴേക്കും നമ്മളുടെ ഐഡൻറ്റിറ്റി ഉള്ളത് നഷ്ടമാകും. അപ്പോൾ മറ്റുള്ളവർ എന്താ ഇത് കാണുമ്പോൾ വിചാരിക്കുക, ഇത് എന്താണ് ഇവർ എല്ലാ വീഡിയോസിൻ്റെയും താഴെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നതെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ വളരെ ചുരുക്കം ചിലർക്ക് ഇങ്ങനെ നമ്മൾ അവരുടെ വീഡിയോയിൽ പോയിട്ട് കമൻസ് കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ നേരെ തന്നെ ഇത് യൂട്യൂബിനോട്ട് സ്പാം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ കമൻസിനെ സ്പാമായിട്ട്, അതായത് അവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമൻസിനെ അവർക്ക് ഫ്ലാഗ് ചെയ്യാം, അത് സ്പാമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കമൻറ്റ് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം, അപ്പോൾ ഈ ഒരു പരിപാടിക്കായിട്ട് ഒരുപാട് പേര് ഒരുപാട് നേരം 2-3 മണിക്കൂറൊക്കെ വരെ ഇരുന്നിട്ട് ഈ പലരുടെയും വീഡിയോസിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം
സമയം ചിലവാക്കുന്ന ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സമയമുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അറിയാത്ത ആളുകളെയൊക്കെ പോയിട്ട് ഇങ്ങനെ കമൻസ് വഴി ക്ഷണിക്കുന്നതിന് പകരം നമ്മൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് നല്ല നല്ല കണ്ടൻസ് എന്ത് തീമിലാണ് അത് കണ്ടൻറ് ഉണ്ടാക്കേണ്ടത്, നമ്മുടെ വീഡിയോസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, നമ്മൾ എങ്ങനെ നല്ല വീഡിയോസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ യൂട്യൂബേഴ്സിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നതിനെപ്പറ്റി ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്നും ഞാൻ അതുപോലെ അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ സൂചിപ്പിച്ചിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് അറിവ് പകർന്നു തരുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഇതിൻ്റെ വെളിയിൽ പോയി നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ കമൻസ് വീഡിയോയുടെ താഴെ കൊടുക്കുന്ന ഒരു പരിപാടി യൂട്യൂബ് സ്പാമായിട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾക്ക് നേരിടാൻ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വിഷമതകളെയും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ചാനൽ ഉയർത്തി കൊണ്ടുവരാനായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടം യൂട്യൂബേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തൊരു ജോലിയും പോലെ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടും അധ്വാനിച്ചിട്ടുമാണ് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മൾ കുരുങ്ങിപ്പോയാൽ നമ്മുടെ യൂട്യൂബ് ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറാൻ സാധ്യതയുള്ള ഈ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾ നിങ്ങളുടെ വീഡിയോയിൽ വന്നിട്ട് സബ് ചെയ്താൽ ഉടനെ ഒരു ദിവസം 2 ദിവസം നിന്നും അങ്ങനെ കണക്ക് വയ്ക്കാതെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്താൽ പോലും അതില്ല ഉടനെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമുക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട്. നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും ഒരു ദിവസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പൊന്ന് വലിയ ഒരു യൂട്യൂബർ ക്രിയേറ്ററോ ഒന്നും ആകേണ്ട. നമ്മൾ പതുക്കെ നമ്മുടെ സമയത്തിനനുസരിച്ച് വളരെ പതുക്കെയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടുകൂടെ തന്നെ കാത്തിരിക്കുക, വർക്ക് ചെയ്യുക, നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ കമൻസിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് ലൈക്ക് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മുഴുവനും കാണുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് എന്നും രാവിലെ 9 മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പുതു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.